പടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അതിഗംഭീര പടമാണ്. ഇപ്പോൾ നമ്മൾ കുഞ്ചാക്കോ ബോബൻ്റെ ഇപ്പോൾ സാധാരണ നമ്മൾ ഇപ്പോൾ അഞ്ചാം പാതിരയ്ക്ക് ശേഷമായിരിക്കുമല്ലോ ഒരു റെഫറൻസ് എന്തായാലും വരും. അത് വെച്ച് നോക്കുമ്പം വണ്ടർഫുൾ മൂവിയാണ്. അഞ്ചാം പാതിരേൻ്റെ കൂടെ നിൽക്കുന്ന ഒരു മൂവിയാണ്. കാരണം ഫുൾ സീറ്റഡ് ത്രില്ലർ സ്റ്റാർട്ടിങ് ടു എൻഡ് നമ്മൾ ഹൂക്ക്ഡപ്പ് ആയിരിക്കും. നമുക്ക് ഈ പറഞ്ഞ ഇടയ്ക്ക് ഗൂസ് ബംസും നമ്മൾ പിടിച്ചങ്ങ് നിൽക്കും. മൂവി പടപടയെന്ന് പോവുകയാണ്. പിന്നെ കുഞ്ചാക്കോൻ്റെ പെർഫോമൻസ് ഇപ്പോൾ എല്ലാവരും പറയും പുള്ളി ബോഡി ലാംഗ്വേജ് വൈസ് ഒക്കെ പോലീസ് റോളൊന്നും ചെയ്തു. പക്ഷേ ഇതൊരു കിടിലൻ ക്യാരക്ടർ, കിടിലൻ നൈസായിട്ട് ചെയ്ത അയാൾ ഇത്രയും വർഷം കൊണ്ട് നിന്ന് ആ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത ആ അഭിനയം ഇതിൽ കറക്റ്റ് കാണാൻ പറ്റും. കിടിലൻ ഫുൾ ഓൺ ഷോൾഡർ ചെയ്തേക്കുന്ന കുഞ്ചാക്കോ മാത്രമാണ്, വേറെ ഒന്നുമില്ല. പിന്നെ മേക്കിംഗ് വൈസും ഭയങ്കര ബാക്കപ്പ്, അതായത് സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഡയറക്ഷൻ ടീമാണെങ്കിലും അത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുഞ്ചാക്കോൻ അത് പോർട്രേ ചെയ്തേക്കുന്ന രീതി അടിപൊളിയാണ്. പിന്നെ മൂവി ഈ പറഞ്ഞ പോലെ സീറ്റഡ്, നമുക്ക് പൈസ വസൂൽ. ഇപ്പം ഞാനിത് റിവ്യൂ സാധാരണ കൊടുക്കാത്തതാണ്, പക്ഷേ ഇതിന് അത്ര ആളില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് വേർഡ് ഓഫ് മൗത്ത് വഴി വരേണ്ട ഒരു സിനിമ. കാരണം മലയാളത്തിൽ ഇപ്പോൾ കിഷ്കിന്ദ കാണ്ഡം അല്ലെങ്കിൽ ഈ റീസെൻ്റായിട്ട് വന്ന നമ്മുടെ ദൃശ്യം അല്ലെങ്കിൽ അതിന് മുമ്പ് ജോസഫൊക്കെ പോലെ അടുത്ത ഒരു വെടിക്കെട്ട് സാധനമാണിത്. ഡെഫിനറ്റ്ലി സൂപ്പർ ഹിറ്റ് മൂവിയാണ്. ഹാറ്റ്സ് ഓഫ് ടു ദ ടീം. കുഞ്ചാക്കോ സൈലൻ്റായിട്ട് വന്ന് അടിച്ച് ഇപ്പം നമ്മൾ നമ്മുടെ ആസിഫ് അലിയുടെ ആ പടത്തിന് ശേഷം അടുത്ത വന്ന സൂപ്പർ ഹിറ്റ് മൂവിയാണ് ഇത്. വിത്തൗട്ട് എനി ഡൗട്ട് വി ക്യാൻ സേ ദാറ്റ്. ഓഫീസർ നന്നായിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. സംഭവം ബേസിക്കലി ഒരു ചെറിയ സംഭവത്തിന് തുടങ്ങി എല്ലാം കണക്റ്റ് ആവത്തില്ലേ, ആ കണക്റ്റ് ആവുന്ന സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ചേട്ടൻ എല്ലാവരും പെർഫോമൻസ് എല്ലാവരും ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ചേട്ടൻ പേഴ്സണലി ഇടയ്ക്ക് അല്ല അടിപൊളി എല്ലാം ചെയ്തു വരുന്നത്. അത് വെച്ച് നോക്കുമ്പം ജഗദീഷ് ചേട്ടൻ കിടിലമായിട്ടുണ്ട്. അടിപൊളി. ജഗദീഷ് നെട്ടിച്ചളഞ്ഞു. ഇമോഷണൽ സീനൊക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് ലാഗ് അടിക്കാത്ത രീതിക്ക് മൊത്തത്തിൽ സിനിമയായിട്ട് നല്ല കണക്റ്റഡ് ആണ്. അതൊരു ലാഗിങ് അങ്ങനെ ത്രില്ലർ സെറ്റപ്പ് അല്ല, ഇമോഷനുണ്ട്. എന്നാൽ ഒരു സംഭവത്തിൽ നിന്ന് കണക്റ്റ് ആയി വരുന്നത് വന്നില്ലേ. പക്ഷേ ഇമോഷൻ സീൻസൊക്കെ നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. അത്യാവശ്യമുള്ള നല്ല എല്ലാ സംഭവങ്ങളും ഉണ്ട് അതിനകത്ത്. ചാക്കോച്ചനെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി. നമ്മൾ സിനിമ തുടങ്ങി കഴിയുമ്പം ഭയങ്കര എന്താ പറയുന്നത്, റൂഡ് ലൗഡ് ഒരു ക്യാരക്ടറില്ലേ, ആ ഒരു ക്യാരക്ടറിനെ ചാക്കോച്ചൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു എന്താ പറയുക ഒരു മൈൻഡ് ഇതായിട്ടുള്ള പോലീസ് ഓഫീസർ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പടം തന്നെയാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് നല്ല രീതിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ് ത്രില്ലറാണ്. അതെ, നമുക്ക് തുടക്കം മുതൽ നല്ല രീതിയിൽ എന്താ ഇൻട്രസ്റ്റിംഗ് മീൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളൊക്കെ ഇരിക്കാൻ പറ്റും. നല്ല എൻ്റർടൈനിങ് ആണ്. എന്താ എല്ലാവരും അഭിനയിച്ചിട്ടുള്ള എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതെ എന്താ ത്രൂ ഔട്ടില്ല എങ്കിലും കുഴപ്പമില്ലാത്ത റോളുണ്ട്. കുറച്ചൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് അവിടെ അത് ചെയ്തില്ല എന്നൊരു സംഭവം വരുമല്ലോ. ഇങ്ങനെ ഒരു പോലീസ് ഫിലിം പോകുമ്പോൾ അങ്ങനത്തെ ചില സംശയങ്ങൾ അത്രയേ ഉള്ളൂ. ഓവറോൾ ഇറ്റ് വാസ് ഗുഡ്. ഉറപ്പായിട്ടും അതെ. ഫിലിം തന്നെ ആ ചോക്ലേറ്റ് ഹീറോ പുള്ളി എപ്പോഴോ ഒന്ന് ഉടച്ചായിരുന്നു. പക്ഷേ ഈ ഫിലിം ആ ഒരു എല്ലാ ഇമോഷൻസും പുള്ളിക്ക് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു അച്ഛൻ്റെ പോലീസിൻ്റെ ദാറ്റ്സ് വെരി ഗുഡ്. പ്രിയാമണി ഷോസ് ഓക്കെ. സാധാരണ പുള്ളിക്കാരത്തിൽ കാണുന്ന ഒരു ഫിലിംസ് ഒക്കെ തന്നെ. ചാക്കോച്ചൻ ജഗദീഷ് ചേട്ടൻ എല്ലാ ഫിലിംസിലും ഞെട്ടിക്കുന്നുണ്ട്. പുള്ളിയുടെ ഒരു ലെവൽ ഓഫ് ഇതിൽ വന്നില്ല എന്ന് തോന്നി. അതായത് പുള്ളിയുടെ ഒരു ലെവലുണ്ട് ഇപ്പോൾ. പക്ഷേ പുള്ളി ഒരു സീനിലേ ഉള്ളെങ്കിലും സ്ക്രീൻ പ്രസൻസ് അറിയിച്ചിട്ടേ പോകത്തുള്ളൂ. അതെന്തായാലും ഉണ്ടായിരുന്നു. ബട്ട് ചാക്കോച്ചൻ നിറഞ്ഞു നിന്നു. ഓ ടെറിബിൾ. കൈ കിട്ടിയാൽ ഞെക്കിക്കൊല്ലാൻ തോന്നും. റിയലി നമുക്ക് റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ആൾക്കാർ ലൈക്ക് ഒരു പേടി തരുന്നുണ്ട്. ഇത് റിയൽ ലൈഫിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളൊരു പേടി മനസ്സിലേക്ക് തട്ടുന്നുണ്ട്. ലൈക്ക് ഡ്രഗ്സിൻ്റെ ഒരു ഭയങ്കര ഫിലിമാണ്. അപ്പം ഒരു പക്ഷേ ഡ്രഗ്സിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കാണിക്കുന്ന ഒരു ഫിലിമായിരിക്കും. കുറച്ച് ഞാൻ പറയാം, ഒരു ആസ് എ പേരൻറ്റ് കുറച്ച് ടെറിഫയിങ്. ഏതാണ്? ഓക്കെ ലൈക്ക് ടെറിഫയിങ്. നമുക്ക് അത്രയും വെറുപ്പിച്ച് നമ്മളെ പടം കൊള്ളാം. നല്ല ഒരു അഞ്ചാം പാതിരയ്ക്ക് ശേഷം ചാക്കോച്ചൻ്റെ ഒരു നല്ലൊരു മേക്കിംഗ് ആണ്. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ട വൈശാഖിൻ്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് വൈശാഖ് അഭിനയിച്ചിട്ടുണ്ട്. ഈ വൈശാഖിന് മറ്റേ ഹൃദയത്തിന് ശേഷം വേറെ പടങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഇത് ശേഷം വൈശാഖ്
ഫുട്ടേജ് പറഞ്ഞ് നിന്നില്ല, ക്ലൈമാക്സ് നിന്നു. പക്ഷേ പടം നല്ല അടിപൊളിയാണ്. ഓക്കെ, താങ്ക്സ്. ജഗദീഷ് ചേട്ടൻ റോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ റോളായിരുന്നു. പക്ഷേ ഇതിൽ കൂടുതലും സ്കോർ ചെയ്ത് ചാക്കോച്ചനും വൈശാഖും തന്നെ കൂടുതൽ. ആ ഒരു 5 പിള്ളേർ ആ ലുക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ കറക്റ്റ് പോലീസുകാരൻ്റെ ഒരു പക്ക ക്യാരക്ടറായിരുന്നു.